ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള രുതിരത്തിൽ സംവിധായകൻ ജിഷോലോൺ ആന്റണി സിനിമയെ പ്രതികാരത്തിന്റെയും സർവൈവലിന്റെയും ഒരു കോമ്പിനേഷൻ ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ട്രാക്കിൽ ഒരു നല്ല മനുഷ്യൻ എന്ന ഔട്ട്ലുക്കോടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സൈക്കോ കില്ലറിനെയും വേറെ ഒരു ട്രാക്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് ഒരു മുറിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് നമ്മളെ കാണിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സൈക്കോ കില്ലർ ട്രാക്ക് ഒരു സൈഡിലൂടെ പോകുമ്പോൾ സർവൈവൽ ത്രില്ലർ ഭാഗത്ത് വരുന്ന കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം പല രീതിയിലും വിചിത്രമായതുകൊണ്ട് ആ കഥാപാത്രത്തിന് പണി കിട്ടുമ്പോൾ ഓഡിയൻസ് അത് കണ്ട് ചിരിക്കുന്ന കൈയടിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി അങ്ങോട്ടുള്ള റിവ്യൂവിൽ ചെറുതായിട്ട് സ്പോയിലറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ നടക്കുന്നത്. ഡോക്ടർ മാത്യു, സ്വാതി. പാവപ്പെട്ട രോഗികളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു ഡോക്ടറാണ് മാത്യു. മറ്റൊരു ഹോസ്പിറ്റലിൽ അയാൾ തെറാപ്പി സെഷനുകൾ വരെ എടുക്കുന്നുണ്ട്. പക്ഷേ മാത്യുവിന് പൊതുജനങ്ങൾ അറിയാത്തൊരു വശം കൂടിയുണ്ട്. അയാളുടെ വീട്ടിലെ ഒരു രഹസ്യമുറിയിൽ അയാൾ സ്വാതി എന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. ഇത്രയും നല്ലവനായ ഡോക്ടർ മാത്യുവിന് സ്വാതിയോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതിന് കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് പോവുകയാണ് സിനിമ. ഒരു ഫ്രഷായ പേഴ്സ്പെക്റ്റീവ് ഇല്ലാതെയാണ് സിനിമ കഥ പറയാൻ ശ്രമിക്കുന്നത്. സിനിമയിലെ ഓരോ രംഗം കാണുമ്പോഴും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അനായാസം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒരു തവണ പോലും പ്രേക്ഷകന്റെ പ്രഡിക്ഷൻ തെറ്റുന്ന രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. പല കഥാപാത്രങ്ങളെയും സിനിമയിൽ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിലെന്തോ പങ്കുണ്ട് എന്ന് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൽ പ്രേക്ഷകനെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഭാഗം സ്വാതി എന്ന കഥാപാത്രം ഉൾപ്പെടുന്ന മൈക്രോ ഷോഷാങ്ക് റിഡംഷനാണ്. എൻ്റെ തൊട്ടടുത്തിരുന്ന് സിനിമ കണ്ട പലർക്കും ഈ കഥാപാത്രത്തിൻ്റെ മണ്ടത്തരങ്ങൾ കണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാണ്, നിങ്ങളൊരു വലിയ കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്കാണ്, നിങ്ങളെ തിരഞ്ഞ് തോക്കുമെടുത്ത ഒരാൾ പിറകിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെറ്റ് ഡോഗ് കയ്യിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ അവനെ കണ്ടുപിടിക്കാൻ അവൻ്റെ പേര് ഉറക്കെ വിളിച്ച് കാട് മുഴുവൻ നിങ്ങൾ നടക്കുമോ? എന്നാൽ സ്വാതി നടക്കും. സ്വാതിയുടെ ഇത്തരം മണ്ടത്തരങ്ങൾ കാരണം തീരാതെ നീണ്ടുപോയ ഈ സിനിമയിൽ അവരുദ്ദേശിക്കാത്ത ചില കോമഡികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മംഗലാപുരത്ത് ജനിച്ചു വളർന്ന മാത്യു എന്ന കഥാപാത്രമായിട്ടാണ് രാജ്ബി ഷെട്ടി ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മലയാളം ഉച്ചാരണം നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല. വളരെ നിഷ്കളങ്കനായ ഒരാളായും വളരെ റഫായിട്ടുള്ള ഒരു മനുഷ്യനായും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മുഖം രാജ്ബി ഷെട്ടിക്കുണ്ട്. അത് അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാതി അനുഭവിക്കുന്ന ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപർണ ബാലമുരളി വൃത്തിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടറിൻ്റെ ഡിസൈൻ കാരണം അവരുടെ എംപതി തോന്നുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുമാരദാസ് ടി എൻ മെമ്പർ വർഗീസിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടോർച്ചർ ചെയ്യപ്പെടുന്ന ചില സീനുകളിലൊക്കെ ആ പെർഫോമൻസ് ചെറുതായിട്ട് കോമഡിയായി മാറുന്നുണ്ട്. ഉമാ കെ പി, രമേശ് വർമ്മ, അനിൽ ആൻഡോ ഇവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാതിയുടെ സർവൈവർ സ്റ്റോറി സ്ക്രീനിൽ ഗംഭീരമാക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജിഷോലോൺ ആന്റണി സിനിമയുമായി മുന്നോട്ട് പോയതെന്ന് തോന്നുന്നു. പക്ഷേ ലോജിക്കലായ കുഴപ്പങ്ങളെ വയലൻസ് കാണിച്ച് ഡിസ്ട്രാക്ട് ചെയ്യാമെന്നൊരു ഓവർ കോൺഫിഡൻസ് സ്ക്രിപ്റ്റിനുണ്ട്. സ്ഥിരം പ്രതികാര കഥകളിൽ കേൾക്കുന്നതിന് സമാനമായ കാരണങ്ങളാണ് മാത്യുവിൻ്റെത്. പക്ഷേ ജീവൻ മരണ സിറ്റുവേഷനിൽ സ്വാതി പെരുമാറുന്നത് കണ്ടിരിക്കാൻ കുറച്ചധികം ക്ഷമ വേണം. തുടക്കത്തിൽ എലിയെ കാണിക്കുന്നതൊക്കെ സിനിമ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. രക്ഷപ്പെടാൻ അവസരം കിട്ടുന്ന സമയത്ത് സ്വാതി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് കണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നത്. ഒരു കാട്ടിൻ്റെ നടുവിലുള്ള വീട്ടിൽ ഒരു സൈക്കോ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവസരം കിട്ടുമ്പോൾ സ്വാതി ഷൂസും സോക്സുമാണ് തപ്പുന്നത്. പിറ്റേന്ന് രാവിലെ കാട്ടിൽ ചിരിച്ച മുഖത്തോടെയുള്ള സ്വാതിയെ കണ്ടാൽ വനം വകുപ്പ് ട്രക്കിങ്ങിന് കൊണ്ടുവന്നാണെന്ന് തോന്നും. ക്ലൈമാക്സിന് തൊട്ട് മുമ്പേയുള്ള ട്രാൻസ്ഫോർമേഷൻ പറയാതിരിക്കുന്നതാണ് ഭേദം. ആകപ്പാടെ സിനിമയിൽ നല്ലതായി തോന്നിയത് രാജ്ബി ഷെട്ടിയും അനിൽ ആൻഡോയും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്. പ്രിസൈസ് ആയിട്ടുള്ള കട്ടുകളും ക്യാമറ മൂവ്മെൻറ്റുകളും കാരണം ആ സീക്വൻസ് മികച്ചു നിന്നു. തിരക്കഥ ഒരു പുതുമയുള്ള അപ്രോച്ച് സ്വീകരിച്ച് കഥാപാത്രങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾ പ്രേക്ഷകനിലേക്ക് കൺവേ ചെയ്തിരുന്നെങ്കിൽ മാത്രം രക്ഷപ്പെടുമായിരുന്ന ഒരു പ്രെഡിക്റ്റബിൾ ആൻഡ് ഫെമിലിയർ സ്റ്റോറിയാണ് രുദ്രത്തിൻ്റേത്. നിർഭാഗ്യവശാൽ ആ ഒരു കാര്യത്തിൽ സിനിമ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിൽ ബാക്ക് സ്റ്റോറി ഇട്ട് കാണിക്കുന്ന ട്വിസ്റ്റ് ഒന്നും പടത്തെ രക്ഷിക്കാൻ പാകത്തിനുള്ളതല്ല.